നമോവാദ്യം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് ശരാശരി മെസ്സി ഹേറ്റേഴ്സിന്റെ അട്രോസിറ്റീസ് ആണ്. നീയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ മിണ്ടായിരുന്നു കേട്ടു, പക്ഷെ ഇന്ന് നീയൊക്കെ തോറ്റു. ഇന്ന് ഞങ്ങൾ തിരിച്ചു പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. പിന്നെ നിങ്ങൾ റൊണാൾഡോ ഫാൻസ് ഒക്കെ അങ്ങ് മാന്യന്മാരാണല്ലോ. പൊന്നു ചേച്ചി, പരസ്പരം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇപ്പൊ ക്രൈഹാർഡ് ഫാൻസ് പറയുന്നത് നിങ്ങൾ സെമി പോലും എത്തിയില്ല, ഞങ്ങൾ ഫൈനൽ വരെയെങ്കിലും എത്തി. അർജന്റീന ഫാൻസിനെ ക്രൈഹാർഡ് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണല്ലോ കരയുന്നത്. എന്റെ ഐഡലിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പാടാ. കപ്പൊന്നും അടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നീയൊക്കെ ഉണ്ടെങ്കിൽ കുത്തുവാക്കുണ്ടല്ലോ. ഈ സീസൺ കഴിഞ്ഞ് നമുക്ക് 2030 സീസണിൽ റൊണാൾഡോ കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സീസണിൽ വരാം കേട്ടോ. ശരിക്കാണോ കൊണ്ടത്? അതങ്ങ് നെഞ്ചിലാണ് എനിക്ക് കൊണ്ടത്. എന്നാലും ഞാൻ ആലോചിക്കുക 2014 മുതൽ 2020 വരെ മെസ്സി കിട്ടിയ ട്രോളൊന്നും ഇതിന്റെ അടുത്ത് വരില്ല. നിങ്ങൾക്കറിയോ, സ്വന്തം നാട്ടില് രാജ്യത്ത് കളി വെച്ചിട്ട് SP ആവാൻ നോക്കി അവസാനം മൂഞ്ചിയ ആളാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. എന്റെ പൊന്ന സുഹൃത്തെ, അതൊരു AI വീഡിയോ ആണ്. കൊച്ചു പിള്ളേർക്ക് വരെ കണ്ടാൽ മനസ്സിലാവും. വല്ലാത്തൊരു അവസ്ഥ. ഇനിയിപ്പോ അതിന്റെ ഒറിജിനൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ മേളിലിട്ടിട്ടുണ്ട്. അർജന്റീന ഈ വേൾഡ് കപ്പ് നേടാതിരിക്കണ്ട എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് തോന്നി ഇത് അവസാനം അർജന്റീനയുടെ നെഞ്ചത്ത് തന്നെ വന്ന് നിൽക്കുമെന്ന്. കാരണം അന്ന് ഫലസ്തീന് എതിരെയായിട്ടാണ് ഇവർ വോട്ട് ചെയ്തത് പാർലമെന്റിൽ. അത് നിങ്ങൾ മറക്കണ്ട. താൻ ഈ പറയുന്ന കാര്യങ്ങളും ഫുട്ബോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫുട്ബോളിനെ ഫുട്ബോളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഫ്രണ്ട്സ് വെറുതെ കിട്ടിയാലും കഴിക്കാത്ത 2 സാധനങ്ങൾ: സ്പാനിഷ് അൽഫാം, 2 സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം. യവനിത് ഇത്രയും കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സ്വന്തം ടീമിനെ സ്പെയിൻ നോക്കൌട്ട് ചെയ്തപ്പോഴും ഫൈനലിൽ അതേ സ്പെയിനെ തന്നെയാണ് പുള്ളി സപ്പോർട്ട് ചെയ്തത്. അവസാനം അതേ സ്പെയിൻ തന്നെ അണ്ണനെ ഊക്കി വിട്ടിട്ടുണ്ട്. Cristiano Ronaldo, pero él sí que tiene un mundial. Nuestro campeón del mundo, Johnny Lopez. ഇന്ന് രാത്രി അർജന്റീനക്കെതിരായി സംസാരിച്ച് എനിക്ക് കിട്ടിയ സമ്മാനം 2400 അൺഫോളോയിങ്. റൊണാൾഡോ ഫാൻസിന് തന്നെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന വേറെ ഒരുത്തരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പോർച്ചുഗൽ ഫാൻ ആണെങ്കിൽ റിയൽ പോർച്ചുഗൽ ഫാൻ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്ത് നിങ്ങൾ കാണിച്ചു കൊടുക്കും. മുതലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാര് മുതലെടുക്കും. CR ഫാൻസ് ആണെങ്കിൽ ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റിയൽ പോർച്ചുഗൽ ഫാൻ ആണെങ്കിൽ ഈ കാണുന്ന അക്കൗണ്ട് ഫോളോ ചെയ്യും. അത് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയത്തില്ലേ, അതാണ് സാധനം. കാരണം അർജന്റീന ഫാൻസും ബ്രസീൽ ഫാൻസും പറയുന്നത് നീ പോർച്ചുഗൽ കണ്ടന്റ് ചെയ്താൽ നിന്നെ ഒരാളും ഫോളോ ചെയ്യൂല, അല്ലെങ്കിൽ അൺഫോളോ അടിച്ച് പോകുന്നത്. റൊണാൾഡോക്കാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. ഇത് പറയുമ്പോൾ ചിലർക്ക് കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ, അതാണ് സത്യം. ശരിയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. ചേച്ചി പറഞ്ഞ കാര്യം ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. അതായത് കമൽഹാസനേക്കാളും ഫാൻ പവറും കളക്ഷനും ഉള്ളത് രജനീകാന്തിനാണ്. പക്ഷെ കമൽഹാസൻ രജനീകാന്തിനേക്കാളും മികച്ച അഭിനേതാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഹി ഹാസ് 4 നാഷണൽ അവാർഡ് ഇൻ ആക്ടിംഗ്, വേറാസ് രജനീകാന്ത് ഹാസ്. നിങ്ങൾ റിയൽ പോർച്ചുഗൽ ഫാൻ ആണെങ്കിൽ ഈ കാണുന്ന അക്കൗണ്ട് ഫോളോ ചെയ്യും.